സമാധാനം നീക്കവുമായി ഇന്ത്യയും പാകിസ്ഥാനും ഉടമ്പടിയിൽ ഏർപ്പെട്ടുവെങ്കിലും അത് ഉടമ്പടി മാത്രമല്ല, ഉടമ്പടിയല്ല, ധാരണ മാത്രം എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ധാരണയ്ക്ക് ലംഘനം ഉണ്ടായാൽ തിരിച്ചടിക്കും എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിർത്തിയിൽ നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. രാത്രി 10:30 ശേഷം ഡ്രോൺ ആക്രമണങ്ങളോ വെടിവെപ്പോ ഉണ്ടായിട്ടില്ല. നാളെ ഇരു രാജ്യങ്ങളിലെയും DJMOമാർ തമ്മിൽ ചർച്ച നടത്തും. ഇതിനിടെ സലാൽ ഡാമിന്റെ ഷട്ടറുകൾ വീണ്ടും തുറന്നിട്ടുണ്ട്. ഇതോടെ ചെനാബ് നദിയിലെ നീരൊഴുക്ക് കൂടുതൽ ശക്തമാകും. വാർത്തയുടെ വിശദാംശങ്ങളുമായി TG സജിത്താണ് ചേരുന്നത്. സജിത്ത്, ഇന്നലെ പാകിസ്ഥാനുമായുണ്ടായ ധാരണ അത് സംബന്ധിച്ച് വിശദീകരിച്ചിരുന്നു വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. അക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങളൊന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചർച്ച ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ വൈകിട്ട് 5 മണി മുതൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു എന്നത് മാത്രമായിരുന്നു പ്രതികരണം. പിന്നീട് വീണ്ടും വെടിനിർത്തൽ കരാർ ലംഘനമുണ്ടായി എന്ന പ്രതികരണവും ഉണ്ടായി. തിരിച്ചടിക്കുമെന്നും അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നും, അതായത് ആക്രമണം തുടർന്നാൽ, അങ്ങനെ ഒരു പ്രതികരണമാണ് ഉണ്ടായത്. ഇപ്പോഴെന്താണ് കേന്ദ്ര സർക്കാർ പറയുന്നത്? ഇതൊരു ധാരണ എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ DGMOമാരുടെ യോഗം നാളെ നടക്കാനിരിക്കുകയാണല്ലോ. അപ്പോഴാണല്ലോ കൃത്യമായ ഒരു ധാരണയിലേക്ക് എത്തുക. എന്തൊക്കെയാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക വിശദീകരണം അല്ലെങ്കിലും കേന്ദ്ര സർക്കാർ കേന്ദ്രങ്ങൾ നൽകുന്ന സൂചനകൾ എങ്ങനെയാണ്? ഇപ്പോഴുണ്ടായിരിക്കുന്നത് ഒരു ഔദ്യോഗിക വെടിനിർത്തൽ ഉടമ്പടിയല്ല. യുദ്ധകാലത്ത് യുദ്ധ പിന്മാറ്റത്തിന് ഒരു ഉടമ്പടി ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടായിട്ടില്ല. ആ എഗ്രിമെന്റിന് ഇന്ത്യ ഇതുവരെ തയ്യാറായിട്ടുമില്ല. മറിച്ച് ഒരു ധാരണയാണ്. ഒരു പുതിയ നയതന്ത്ര പ്രശ്നമുണ്ടാകുമ്പോൾ ഒരു മൂന്നാം കക്ഷിയും മധ്യസ്ഥ ഇടപെടൽ ഉണ്ടാകുമ്പോൾ ഉണ്ടായ ഒരു ധാരണ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. വെടിനിർത്തൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴുണ്ടായ ധാരണ അത് വാക്കാലുണ്ടാക്കിയ ധാരണയാണ്. ആ ധാരണയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റമുണ്ടായെങ്കിൽ ഇന്ത്യ കടന്നാക്രമിക്കും എന്ന് തന്നെയാണ് രാജ്യത്തിൻ്റെ നിലപാട്. ആ നിലപാടിൽ ഊന്നി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നാളെ നടക്കുന്ന ചർച്ചയാണ് ഇക്കാര്യത്തിൽ നിർണായകമാവുക. കാരണം നാളെ ഈ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ്, രണ്ട് രാജ്യങ്ങളുടെയും ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസുമായി വീണ്ടും ചർച്ച നടത്തുകയാണ്. ഈ ചർച്ചയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ധാരണ രൂപപ്പെടുമെങ്കിൽ മാത്രമേ അതൊരു ഉടമ്പടിയുടെ സ്വഭാവത്തിലേക്ക് വരികയുള്ളൂ. അതല്ലെങ്കിൽ അത് തീർച്ചയായും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു ധാരണ മാത്രമാണ്. ഏത് സമയവും ലംഘിക്കപ്പെടാവുന്ന, ഏത് പ്രകോപനം ഉണ്ടായാലും തിരിച്ചടിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം മാത്രമായി ഇപ്പോൾ അത് നിലനിൽക്കുകയാണ്. എന്തായാലും ഇന്നലെ രാത്രി 10:30 മുതലുണ്ടായ ആ സാഹചര്യം ഇപ്പോൾ തുടരുന്നു എന്നതാണ്. ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചിലയിടങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ചില സൂചനയ്ക്കപ്പുറത്തേക്ക് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും കാര്യമായിട്ടുണ്ടായിട്ടില്ല. അതായത് കഴിഞ്ഞ ദിവസത്തേന് സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. പൊതുസ്ഥിതിയിലേക്ക് വരുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും ആ രീതിയിൽ കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്. ഇനി നാളെ നടക്കുന്ന ചർച്ച നിർണായകമാണ്. ഇന്ന് ഡൽഹിയിലും നിർണായകമായ കൂടിക്കാഴ്ചകൾ നടക്കുകയാണ്. കാരണം പ്രധാനമന്ത്രി നിലവിലുള്ള സാഹചര്യങ്ങൾ സൈനിക നേതൃത്വവുമായും ഒപ്പം തന്നെ രാഷ്ട്രീയ രംഗത്തെ മറ്റ് പ്രധാനികളുമായുള്ള കൂടിക്കാഴ്ചകളും ചർച്ചകളും നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ പ്രതിരോധ മന്ത്രി ഇന്നൊരു ബ്രഹ്മോസുമായി ബന്ധപ്പെട്ട ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നുമുണ്ട്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വിർച്വൽ സാന്നിധ്യമാണ്. അദ്ദേഹം ഡൽഹിയിൽ തന്നെ തുടർന്നുകൊണ്ട് അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. അദ്ദേഹം എന്തെങ്കിലും കാര്യങ്ങൾ ഇക്കാര്യത്തിൽ പരാമർശിക്കുമോ എന്നതും പ്രധാനപ്പെട്ടതാണ്. 11 മണിക്കാണ് ആ യോഗം നടക്കുന്നത്. അങ്ങനെ നിർണായകമായ ദിവസം കൂടിയാണ് ഇന്ന്. കാരണം ഇന്ന് ആ തരത്തിലുള്ള ചർച്ചകൾ ഡൽഹിയിൽ നടക്കുന്നു എന്നതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഉടമ്പടി സ്വഭാവത്തിലേക്ക് ഇപ്പോഴുള്ള സജിത്ത്, ഇതുമായി ചേർത്ത് വെച്ച് പോകേണ്ട വാർത്തകളിലൊന്ന്, ഈ വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷവും കനത്ത ജാഗ്രതയിലാണ് അതിർത്തി പ്രദേശങ്ങൾ എന്നതാണ്. അമൃത്സറിലെ ബ്ലാക്ക് ഔട്ട് അവസാനിച്ചുവെങ്കിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനങ്ങളോട് പുറത്തിറങ്ങരുത് എന്നാണ് നിർദ്ദേശം. റെഡ് അലർട്ട് മുന്നറിയിപ്പുമായി അല്പം മുമ്പ് സൈറണുകൾ മുഴങ്ങുകയും ചെയ്തു. ജനങ്ങളുടെ സൗകര്യാർത്ഥമാണ് ബ്ലാക്ക് ഔട്ട് പിൻവലിച്ചത് എന്നും ജനങ്ങൾ വീടുകളിൽ ജനലുകൾക്ക് അടുത്ത് നിൽക്കരുത് എന്നും കർശനമായി നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അമൃത്സർ ഡെപ്യൂട്ടി കമ്മീഷണർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ നിലയിലാണ് നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് പഞ്ചാബ്, വലിയ തോതിൽ, അതായത് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഏത് നിമിഷവും ആക്രമണം നേരിടാവുന്ന ഒരു സംസ്ഥാനം ആണ് പഞ്ചാബ്. അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം കൂടിയാണ്. ഇതിൽ സജിത്ത്, ഈ ആക്രമണം അല്ലെങ്കിൽ സംഘർഷം ഉണ്ടായതിനു ശേഷം നമ്മുടെ വ്യോമപാതകളിൽ അടക്കം വലിയ നിയന്ത്രണം നമ്മൾ തന്നെ വരുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിർത്തി സംസ്ഥാനങ്ങളിലെ വിമാനത്താവളങ്ങൾ അടച്ചിടുന്ന സാഹചര്യമുണ്ട്. അതിർത്തി സംസ്ഥാനങ്ങളിൽ വിമാനത്താവളങ്ങളിലേക്കുള്ള സർവീസുകൾ, മറ്റു വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസുകളൊക്കെ നിർത്തിവെച്ചിട്ടുണ്ട്. ഇതൊക്കെ പിൻവലിക്കേണ്ട ഒരു സാഹചര്യമുണ്ടല്ലോ. ഇപ്പോഴത്തെ വിവരങ്ങൾ അനുസരിച്ച് മെയ് 15 വരെയാണ് ഈ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉള്ളത്. നിലവിൽ ഈ വെടിനിർത്തലിലേക്ക് പോയെങ്കിൽ പോലും വളരെ പെട്ടെന്ന് ഈ അതിർത്തികൾ പഴയ നിലയിലാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാകുമോ?
യെസ് അഭിലാഷ്, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പങ്കുവെക്കാം. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഒരു ട്വീറ്റ് പുറത്തു വരുന്നുണ്ട്. അദ്ദേഹം രാജ്യത്തിന്റെ സാങ്കേതിക വിദഗ്ധരെ അനുമോദിക്കുകയാണ് ഈ ട്വീറ്റിലൂടെ ചെയ്തിരിക്കുന്നത്. On National Technology Day, India salutes the scientists and engineers and technicians to contribute by developing new technologies for bringing positive changes in our lives എന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒറ്റനോട്ടത്തിൽ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതയിൽ അദ്ദേഹം നടത്തുന്ന ഒരു അനുമോദനമെന്ന് തോന്നാമെങ്കിൽ കൂടിയും ഇന്ത്യയുടെ സൈനിക പ്രതിരോധം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ച, അത് ഇന്ത്യ പരമാവധി പ്രയോജനപ്പെടുത്തുന്ന പ്രതിരോധ സംവിധാനങ്ങൾ നമുക്കുണ്ട്. ഒരുപക്ഷെ അതുകൂടി അദ്ദേഹം പരാമർശിച്ച് പോയതാണോ എന്നതും കൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. വി പ്രൗഡ്ലി റീകോൾ ദ എക്സെപ്ഷണൽ എഫേർട്സ് ഓഫ് our scientists that led to the successful Pokhran tests in 1998. It was a defining moment in India's history എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. രാജ്യത്തെ ശാസ്ത്രകാരന്മാർ, സയൻറ്റിസ്റ്റുകൾ, ഒപ്പം തന്നെ മറ്റ് ടെക്നോക്രാറ്റുകളൊക്കെ നടത്തിയ ഡെവലപ്മെൻറ്റുകളെയും ഇടപെടലുകളെയാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രി ഓർത്തെടുക്കുന്നത്. അദ്ദേഹം ഈ ഘട്ടത്തിൽ അത്തരമൊരു പരാമർശം നടത്തുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ സൈനികമായ ചെറുത്തുനിൽപ്പിനെ കൂടിയാണോ അദ്ദേഹം പരാമർശിക്കുന്നതെന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും അത് ചർച്ച നടക്കുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ അദ്ദേഹം 11 മണിക്ക് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ചർച്ചകൾ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇനി അഭിലാഷ് സൂചിപ്പിച്ച സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഈ മേഖലകളിൽ ഇപ്പോൾ സമാധാനപരമായ അന്തരീക്ഷമാണ് നിലവിലുള്ളത്. അവിടങ്ങളിൽ ഇപ്പോഴും ജാഗ്രതാ നിർദ്ദേശം നിലവിലുണ്ട്. കാരണം അമൃത്സർ പോലെയുള്ള ഇടങ്ങളിൽ അവിടെ ജനങ്ങൾക്ക് വൈദ്യുതി പുനഃസ്ഥാപിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടിയും റെഡ് അലേർട്ട് തുടരുകയാണ്. കാരണം പാകിസ്ഥാൻ ഇന്നലെയും ഈ സീസ് ഫയർ വയലേഷൻ ഉണ്ടായ സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത എന്നതാണ് നമ്മൾ അവിടെ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. അതുകൊണ്ട് താഴ്വര ഭാഗങ്ങളിൽ, കശ്മീർ താഴ്വരയിൽ പൂർണ്ണമായും ഒരു ശാന്തത കൈവന്നു എന്ന് പറയുക വയ്യ. അതിർത്തി മേഖലകളിലെ സംഘർഷപരിമിതമായ സാഹചര്യങ്ങൾക്ക് അയവ് വന്നു എന്നതാണ് നിലവിലെ സ്ഥിതി. ഇതിനിടയിൽ കശ്മീർ പോലീസിന്റെ ഭാഗത്തു നിന്നും, കശ്മീർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഭാഗത്തു നിന്നും ഒരു തന്ത്രപ്രധാനമായ നീക്കം കൂടി ഉണ്ടാവുന്നുണ്ട്. അവിടെ ടെററിസ്റ്റ് അറ്റാക്കുമായി ബന്ധപ്പെട്ട ചില സുപ്രധാനമായ പരിശോധനകൾ അവർ ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ മുതൽ അതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഷോപ്പിയാൻ മേഖലകളിലൊക്കെ പോലീസിന്റെ പരിശോധനകൾ ആ തരത്തിൽ നടക്കുന്നുണ്ട്. ഒപ്പം സജിത്ത് തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ DGMOമാരുടെ യോഗം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഇന്നലെയും സൈനിക മേധാവികളുടെ അല്ലെങ്കിൽ സൈന്യത്തിന്റെ പരസ്പര ചർച്ചയിലൂടെയാണ് വെടിനിർത്തലിലേക്ക് എത്തിയിട്ടുള്ളത്. അവിടെയാണല്ലോ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യം എന്നത് ഇതൊരു കരാർ എന്ന് പറയാൻ സാധിക്കില്ല, ഒരു ധാരണ മാത്രം എന്നുള്ളതാണ്. ഒരുപക്ഷെ അടുത്ത ചർച്ചകളിൽ ആയിരിക്കും കൃത്യമായ ഒരു കരാറിലേക്ക് പോവുക. അതിൽ ഇന്നലെ തന്നെ കേന്ദ്ര സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം, അതായത് ഭീകരാക്രമണം പാകിസ്ഥാൻ സ്പോൺസേഡായി നടന്നാൽ അതിന്മേൽ കടുത്ത നിലപാടിന്റെ സ്വീകരിക്കും. അതിന്